ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഷിംലയിലെത്തി. 3ാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന് 3 നാൾ ബാക്കി നിൽക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. സവാള കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ തെക്ക് കിഴക്കൻ മേഖലകളിൽ അടുത്ത 2 ദിവസം ഉഷ്ണതരംഗ സാധ്യത തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ചുവപ്പ് ജാഗ്രത. ISL ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് മോഹൻ ബഗാൻ മുംബൈ സിറ്റി പോരാട്ടം. IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് മത്സരം രാത്രി 7:30. വാർത്തകൾ വിശദമായി. 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഷിംലയിലെത്തി. അവധിക്കാല വസതിയായ രാഷ്ട്രപതി നിവാസിലെത്തിയ ശ്രീമതി ദ്രൌപദി മുർമുവിനെ ഗവർണർ ശിവ് പ്രതാപ് ശുക്ല, മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കാംഗ്ര ജില്ലയിലെ ധരംശാല കേന്ദ്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ഷിംലയിലെ ഗെയ്റ്റി തിയേറ്ററിൽ നടക്കുന്ന കലാപരിപാടികളിലും ശ്രീമതി മുർമു വീക്ഷിക്കും. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഈ മാസം 6 വരെ പത്രിക പിൻവലിക്കാം. ബീഹാർ, ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 49 മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഈ മാസം 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പിന് 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളും താരപ്രചാരകരും വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം തുടരുകയാണ്. വിശദാംശങ്ങളിലേക്ക്. NDAയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഝാർഖണ്ഡിലെ പലാമു മണ്ഡലത്തിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഝാർഖണ്ഡിലെ ലോഹർദഗ, ബീഹാറിലെ ദർഭംഗ, ഉത്തർപ്രദേശിലെ കാൺപൂർ എന്നിവിടങ്ങളിലും ശ്രീ മോദി പ്രചാരണത്തിനെത്തും. കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഛോട്ടാ ഉദയ്പൂരിൽ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തു. വത്സത്, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രചാരണ പരിപാടികളിലും ശ്രീ അമിത്ഷാ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി, ആം ആദ്മി പാർട്ടി നേതാവ് ഭഗ്വന്ത് മാൻ എന്നിവരും ഇന്ന് ഗുജറാത്തിൽ പ്രചാരണത്തിലാണ്. ബനസ്കാൺഠയിലാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ പരിപാടി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് കർണാടകയിലെ കൽബുർഗിയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. ഗോവയിലെയും ഗുജറാത്തിലെയും മുഴുവൻ മണ്ഡലങ്ങളും ഉൾപ്പെടെ 93 ലോക്സഭാ സീറ്റുകളിലാണ് ഈ മാസം 7-ന് 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. കർണാടകയിലെ അവശേഷിക്കുന്ന 14 സീറ്റുകൾക്കൊപ്പം മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 8, ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ 23 രാജ്യങ്ങളിൽ നിന്നായി 75 അന്താരാഷ്ട്ര സന്ദർശകരെത്തി. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഇവർ എത്തിയത്. സന്ദർശനവേളയിൽ 6 ദിവസത്തെ പ്രത്യേക പരിപാടിയിൽ വിദേശ പ്രതിനിധി സംഘം പങ്കെടുക്കും. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയ മറ്റ് രാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ, ഡോക്ടർ സുഖ്ബീർ സിംഗ് തുടങ്ങിയവർ വിദേശ പ്രതിനിധികളെ നാളെ അഭിസംബോധന ചെയ്യും. മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്, കർണാടക, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങൾ സന്ദർശിക്കുന്ന സംഘം ഈ മാസം 9-ന് മടങ്ങും. മഹാരാഷ്ട്രയിൽ മുൻ കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപം ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ സീറ്റ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് നൽകിയതിനെ തുടർന്നാണ് സഞ്ജയ് കോൺഗ്രസ് വിട്ടത്. ജമ്മുകശ്മീരിലെ ബാരാമുള്ള മണ്ഡലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പാണ്ഡുരംഗ് കെ പോൾ സന്ദർശനം നടത്തി. ബാരാമുള്ള ഇൻഡോർ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന കൌണ്ടിംഗ് സെന്ററും സ്ട്രോങ് റൂമും അദ്ദേഹം പരിശോധിച്ചു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടക്കാൻ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. എക്സ് ഹാൻഡിലിൽ സ്പിരിറ്റ് ഓഫ് കോൺഗ്രസ് എന്ന അക്കൌണ്ട് കൈകാര്യം ചെയ്യുന്നയാളാണ് ഡൽഹിയിൽ നിന്ന് പിടിയിലായത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. സവാള കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. മെട്രിക് ടണ്ണിന് ഏറ്റവും കുറഞ്ഞത് $550 വിലയുള്ള കയറ്റുമതിക്കാണ് വിജ്ഞാപനം ബാധകമാകുക എന്ന് വിദേശ വ്യാപാര ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി. ബംഗ്ലാദേശ്, UAE, ഭൂട്ടാൻ, ബഹ്റൈൻ, മൌറീഷ്യസ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്ക് 99,000 മെട്രിക് ടൺ സവാള കയറ്റുമതിക്ക് കേന്ദ്രം കഴിഞ്ഞ മാസം അനുമതി നൽകിയിരുന്നു. രാജ്യത്ത് സവാളയുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായാണ്
കഴിഞ്ഞ വർഷം കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്ത് തെക്ക് കിഴക്കൻ മേഖലകളിൽ അടുത്ത 2 ദിവസം ഉഷ്ണതരംഗ സാധ്യത തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമ ബംഗാളിന്റെ ഗംഗാ സമതല മേഖല, തെലങ്കാന, ആന്ധ്രാപ്രദേശിന്റെ തീരമേഖല, കർണാടക, ഝാർഖണ്ഡ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കനത്ത ചൂട് അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. തെലങ്കാനയിലെ 18 ജില്ലകളിൽ ഇന്നലെ ഉയർന്ന താപനില 46 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തിയിരുന്നു. അതേസമയം അടുത്ത 5 ദിവസം രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ചൂടിന് നേരിയ കുറവ്. എന്നാൽ പാലക്കാട്, കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ മാസം 7 വരെ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൊവ്വാഴ്ച വയനാട് ജില്ലയിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് രാവിലെ 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽ പ്രക്ഷുബ്ധമായതിനാൽ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ കേരള തീരത്തോട് ചേർന്ന് വള്ളങ്ങളും ചെറിയ യാനങ്ങളിലും മത്സ്യബന്ധനം നടത്താൻ പാടില്ല. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാനുള്ള നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് നിർദ്ദേശം നൽകി. ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ വകുപ്പ്, കടലോര ജാഗ്രത സമിതി എന്നിവയുമായി ചേർന്ന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാനാണ് കോസ്റ്റൽ പോലീസ് വിഭാഗം IG, AIG എന്നിവരോട് DGP ആവശ്യപ്പെട്ടത്. ISL ഫുട്ബോൾ ഫൈനൽ പോരാട്ടം ഇന്ന്. മോഹൻ ബഗാനും മുംബൈ സിറ്റിയുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സെമിയിൽ FC ഗോവയെ പരാജയപ്പെടുത്തിയാണ് മുംബൈ സിറ്റി ഫൈനലിലെത്തിയത്. ഒഡീഷ FCയെയാണ് മോഹൻ ബഗാൻ സെമിയിൽ കീഴടക്കിയത്. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ ജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഫലവത്തായെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. അലങ്കാര ലൈറ്റുകളും മറ്റും ഓഫ് ചെയ്ത് സഹകരിക്കണമെന്നും വൻകിട ഉപഭോക്താക്കൾ സഹകരിച്ചത് ഗുണം ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങൾ നിയന്ത്രണം പാലിക്കാൻ തുടങ്ങിയതോടെ ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം 5800-ൽ നിന്ന് 5600 മെഗാവാട്ടായി കുറഞ്ഞു. ഗാർഹിക ഉപഭോക്താക്കളെ പരമാവധി ബാധിക്കാതിരിക്കാനും പവർ കട്ട് ഏർപ്പെടുത്താതിരിക്കാനുമാണ് ശ്രമമെന്നും മന്ത്രി വ്യക്തമാക്കി. കാർഗിൽ വിജയ് ദിവസിന്റെ 25ാം വാർഷികത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരെ ആദരിച്ച് ഇന്ത്യൻ കരസേന. കാർഗിലിലെ ചിക്ടനിൽ നടന്ന ചടങ്ങിലാണ് ഓപ്പറേഷൻ വിജയിൽ പങ്കെടുത്ത ജവാന്മാരെ ആദരിച്ചത്. 1999 മെയ് 3 ആരംഭിച്ച കാർഗിൽ യുദ്ധത്തിൽ ജൂലൈ 26 ഇന്ത്യ വിജയം നേടുകയായിരുന്നു. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:20 വരെ ഇന്ത്യയിലെ 557 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലുമാണ് പരീക്ഷ നടക്കുന്നത്. 24 ലക്ഷത്തിലേറെ പേരാണ് പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. exams.nta.ac.in/neet എന്ന വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പർ, ജനന തീയതി എന്നിവ നൽകി അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യാം. MBBS, BDS, ആയുർവേദം അടക്കമുള്ള മെഡിക്കൽ ബിരുദ കോഴ്സുകൾ, വെറ്റിനറി, അഗ്രികൾച്ചർ, അനുബന്ധ കോഴ്സുകൾ തുടങ്ങിയവയുടെ പ്രവേശനത്തിനും നീറ്റ് സ്കോർ പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഷിംലയിലെത്തി. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 നാൾ ബാക്കി നിൽക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. സവാള കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ തെക്ക് കിഴക്കൻ മേഖലകളിൽ അടുത്ത 2 ദിവസം ഉഷ്ണതരംഗ സാധ്യത തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ചുവപ്പ് ജാഗ്രത. ISL ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് മോഹൻ ബഗാൻ മുംബൈ സിറ്റി പോരാട്ടം. IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് മത്സരം രാത്രി 7:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.